നമസ്കാരം, ഞാൻ മോഹനപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി 2023 ഡിസംബർ മാസം 15-ാം തീയതി നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ പരീക്ഷ എങ്ങനെ എഴുതി എന്നൊന്ന് വിലയിരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. നമുക്ക് ചോദ്യപേപ്പർ പരിശോധിക്കാം. सूचना: दीप जलाओ कविता की ये पंक्तियां पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. ദീപ് ജലാവോ എന്ന കവിതയുടെ വരികൾ വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറയുന്നത്. ആജ് മുക്ത് കർ മൻ കെ ബന്ധൻ, കരോ ജ്യോതിക ജയ്ക വന്ദൻ, സ്നേഹ് അതുല ധന് ധന്യ ഇഹ് ഭുവൻ, ബെൻകർ സ്നേഹഗീത് ലഹരാവോ. പാസേജ് നമുക്ക് പരിചയമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: ജ്യോതി ക സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹെ. ജ്യോതി എന്നുള്ളതിന് സമാനമായി ചുവടെ തന്നിരിക്കുന്നതിനുള്ള ഉത്തരം, ശരിയായ ഉത്തരം ഏതാണ്? അതിൽ ശരിയായ ഉത്തരം ആദ്യം കൊടുത്തിരിക്കുന്ന പ്രകാശാണ്. രണ്ടാമത്തത് ഹമീം കിസ്കോ മുക്ത് കർണാ ഹെ. നമ്മൾ എന്തിൽ നിന്നാണ് മോചനം നേടേണ്ടത്? മൻ കെ ബന്ധൻ സെ. അത് പാസേജിലുണ്ട്. മൂന്നാമത്തെ ചോദ്യം: സഖി 4 പ്രസ്താവ ചുൻകൾ ലിഖേ. ഈ താഴെ കൊടുത്തിരിക്കുന്ന 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലെ ശരിയായ 4 എണ്ണം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തത് ഹമേം സ്നേഹ് കാ മഹത്വ സമച്ഛനാഹേ. സ്നേഹത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം, ശരിയാണ്. ഹമേം സച്ചായി കോ സ്വീകാർ കർണാഹേ. സത്യസന്ധത സ്വീകരിക്കണം, ശരിയാണ്. ഹമേം സ്വച്ഛത കി ഓർ ധ്യാൻ നഹീം ദേനാഹേ. സ്വച്ഛതയ്ക്ക് നേരെ നമ്മൾ ശ്രദ്ധിക്കരുത്, അത് തെറ്റാണ്. അടുത്തത് ഹമേം വിനമ്രതാക്കോ അപ്നാനാഹേ. നമ്മൾ വിനമ്രത നമ്മുടെ സ്വന്തമാക്കണം, വിനമ്രതയോടുകൂടി ജീവിക്കണം, ശരിയാണ്. ഹമേം ദ്വേഷ് സെ ദൂർ രഹനാഹേ. നമ്മൾ ദ്വേഷം അകറ്റണം, ശരിയാണ്. ഹമേം മലിനതാക്കോ സ്വീകാർ കർണാഹേ. നമ്മൾ മാലിന്യം സ്വീകരിക്കണം, അത് തെറ്റാണ്. പക്ഷി और दीमक कहानी का हंश पढ़े और 4 से 5 तक के उत्तर लिखे. 4ഉം 5ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. പക്ഷി और ദീമക് എന്ന കഹാനിയെ ആസ്പദമാക്കി. പാസേജ് ഇതാണ്: നൗജവാൻ പക്ഷിക്കോ ലഗ. നൗജവാൻ പക്ഷിക്ക് തോന്നി യഹ് ബഹുത് ബഡി സുവിധ ഹെ. ഇത് വളരെ നല്ല സൗകര്യമാണ്. കി ഏക ആത്മീ ദീമകോങ്കോ ബോരോമേ. ഒരു മനുഷ്യൻ വന്ന് എന്താണ് സൗകര്യമെന്ന് തോന്നിയത്? ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കുകളിൽ നിറച്ച് ബേച്ച് രഹാ ഹെ, വിൽക്കുന്നു. ഇതാണ് പാസേജ്. നമുക്ക് 4ാമത്തെ ചോദ്യം ഇതാണ്: നൗജവാൻ പക്ഷിമേയും വിശേഷൺ ശബ്ദ കോൻസാ ഹെ. ഏതാണ് നൗജവാൻ പക്ഷിയിലെ വിശേഷണം? അതായത് നാമവിശേഷണം അല്ലെങ്കിൽ അഡ്ജക്റ്റീവാണ്. പക്ഷി എന്ന് പറയുന്നത് നാമമാണ്, അതിന്റെ വിശേഷണം നൗജവാൻ പക്ഷി. നൗജവാനാണ് വിശേഷണം. അടുത്ത ചോദ്യം ഒരു വാക്യ പിരമിഡ് ഉണ്ടാക്കാനാണ്. വാക്യ പിരമിഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്, അത് ചേർത്താണ് നമുക്ക് വാക്യ പിരമിഡ് ഉണ്ടാക്കേണ്ടത്. പക്ഷിക്കോ പങ്ക് കെ ബദലെ. പക്ഷിയെ ചിറകിന് അല്ലെങ്കിൽ തൂവലിന് പകരം. നമുക്ക് അത് നോക്കാം. ഗാഡിവാല ബേച്ചുതാഹെ. വണ്ടിക്കാരൻ വിൽക്കുന്നു. ഗാഡിവാല ദീമക്കയും ബേച്ചുതാഹെ. ഗാഡിവാല ചിതലുകളെ വിൽക്കുന്നു. അത് നമുക്കിനി അടുത്തത് നമുക്ക് ഈ വാക്കുകൾ ചേർത്തെഴുതണം. ഗാഡിവാല പക്ഷിക്കോ ദീമക്കയും ബേച്ചുതാഹെ. അടുത്തത് പങ്ക് കെ ബദലെ ഗാഡിവാല പക്ഷിക്കോ ദീമകയും ബേച്ചുതാഹെ. അടുത്ത ചോദ്യം: ജിസ് ഗലിമേം മീം രഹിതാഹും ഡയറി കാ ഇത് അംശപ്പടയും ഓർ പ്രശ്ന ച സെ ച ഓർ 7 കെ ഉത്തർ ലിഖേ. 6ഉം 7ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ്. പാസേജ് വായിക്കാം. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹർനിസ രഹ്തി ഹെ. എൻ്റെ അയൽവക്കത്ത് ഒരു മെഹർനിസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. ഉസ്കെ പതിക്ക് മൗത്ത് കോ 7 സാൽ ഹുയെ. ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അഖേലി ഔരത്ത്, തനിയെ താമസിക്കുന്ന ഒരു സ്ത്രീ. ദൂസരോं के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. മറ്റുള്ളവരുടെ വീട് അടിച്ചു വാരിയാണ് അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി പോരുന്നത്. ലേക്കിൻ ജബ് ഘർ ഹി നഹി രഹേ. എന്നാൽ വീടുകളെല്ലാം തീ കത്തി നശിച്ചു പോയിരിക്കുന്നു. ബസ്തിക്ക് ബസ്തിയാൻ ജലാ ദീ ഗയി.
തെരുവായ തെരുവുകളെല്ലാം കത്തിപ്പോയി. തോ മെഹർനിസ കാം ന മിൽനേസെ. അതുകൊണ്ട് മെഹർനിസയ്ക്ക് ജോലിയില്ലാതെ ഭൂക്കോ മർനെ ലഗി, വിശന്ന് മരിക്കാൻ തുടങ്ങുകയാണ്, വിശന്ന് മരിക്കുകയാണ്. ആജ് ഉസ്കെ യഹാം, ഇന്ന് അവരുടെ അടുക്കൽ മൈനെ 10 റൊട്ടിയാൻ പൗഞ്ചായി, ഞാനിന്ന് 10 റൊട്ടികൾ കൊടുത്തുവിട്ടു. ഇതാണ് പാസേജ്. ഇനി ആറാമത്തെ ചോദ്യം, സഖി വികൽപ്പ് ചുൻകർ ലിഖിയും. നമുക്കറിയാവുന്ന ചോദ്യമാണ്. അതിനകത്ത് വ പ്ലസ് ക ഉസ്കെ തെറ്റാണ്. രണ്ടാമത്തത് വ പ്ലസ് കെ ഉസ്കെ, അത് ശരിയാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, ഭൂക്കി മെഹർനിസ കെ ഘർ ഗാലിബിനെ 10 റൊട്ടിയാൻ പൗഞ്ചായി, 10 റൊട്ടികൾ ഗാലിബ്ജി കൊടുത്തു. ഇസ് പ്രസംഗ് പെർ മെഹർനിസയ്ക്ക് ഡയറി ലിഖേ. മെഹർനിസയുടെ ഡയറി എഴുതാനാണ്. മെഹർനിസ ഡയറി എഴുതുകയാണ്. നമുക്ക് ഡയറി എഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തീയതിയും ദിവസവും വെക്കണം. എന്നിട്ട് ഡയറി നമ്മൾ ഒരു എളുപ്പത്തിന് തന്നെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ ദിവസം എന്തൊരു ദിവസമായിരുന്നു, ആജ് കാ ദിൻ കൈസാ ദിൻ ഥാ, മയം കൈസേ പോലു, ഞാൻ എങ്ങനെ ഇത് ദിവസം മറക്കും, മയം മേരി ബാത്തേയും ഡയറി മേ ലിഖ്താവും, ലിഖ്തി ഇവിടെ ലിഖ്തിഹും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എഴുതി ഒരു നല്ല ഈ പാസേജിനെ ആസ്പദമാക്കി തന്നെ നമുക്ക് ഡയറി എഴുതാവുന്നതാണ്. അടുത്ത അതുമല്ല, അതിൻ്റെ ചോയ്സ് ഉള്ളത്, അംഗ്രേസോം കെ അത്യാചാര സെ ദില്ലി വാലെ പരേശാൻ ദേ. ബ്രിട്ടീഷുകാരുടെ അത്യാചാരങ്ങൾ കൊണ്ട് ഡൽഹിയിലുള്ളവരെല്ലാം വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇസ് പ്രസംഗ് പർ സങ്കേതവും കെ സഹായദാസെ ടിപ്പണിയിലേക്ക്, ഒരു ടിപ്പണി തയ്യാറാക്കാനാണ്. അതിന് 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ പോയിന്റുകളെ ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാകും. അപ്പോൾ പോയിന്റുകൾ നമ്മൾ വായിച്ചു നോക്കണം. സീതേ സാതേ ലോകവും മാറുന്ന, സാധാരണപ്പെട്ട ആളുകളെ കൊല്ലുക. അപ്പോൾ ഇതിനെ ആസ്പദമായി ഡെവലപ്പ് ചെയ്ത് നമുക്ക് എഴുതണം. ഭൂക്ക് പ്യാസെ പരേശാൻ ഹോന, ദാഹിച്ച് വലഞ്ഞ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അടുത്തത് ലോകവും കാ ഭാഗ് ജാന, ആളുകൾ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല രീതിയിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് 4 മാർക്കും കിട്ടുന്നതാണ്. അടുത്ത സൂചന, നംഗേ പയർ കഹാനി കെ ആമിഷു പടയും ഓർ പ്രശ്ന 8 ഓർ 9 കെ ഉത്തർ ലിഖേം. 8, 9 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഹരിബ മോച്ചിക്കോ കാം മില, ഹരിബ മോച്ചിക്ക് ഒരു ജോലി കിട്ടി. ഉസിനെ ഹിസാബ് സെ ജൂത്തെ തയ്യാർ കിയെ, അവൾ കണക്കനുസരിച്ച് ചെരുപ്പ് ഉണ്ടാക്കി. അവർ ബേബിക്കോ ലാക്കർ ദേ ദിയെ, ബേബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. തബ് ഹോലി ക ത്യോഹാർ മനായ ജാ ചുകാഥ, അപ്പോഴേക്കും ഹോളിയുടെ ആഘോഷം കഴിഞ്ഞിരുന്നു. ദോപഹർക്കോ പോസ്റ്റ്മാൻ കബ് ആയക, ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ എപ്പോഴാണോ വന്നത്. ഉസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈറ്റ് ഗയി, അയാളെ പ്രതീക്ഷിച്ച് ബേബി ഇരിക്കുകയായിരുന്നു. ഇതാണ് പാസേജ്. ഇനി 8ാമത്തെ ചോദ്യം പരിശോധിക്കാം. പോസ്റ്റ്മാൻ എക്സ് ബേബി കെ ഘർ ഖബ് ആയാ കർത്താത, എപ്പോഴാണ് പതിവായി പോസ്റ്റ്മാൻ ബേബിയുടെ വീട്ടിൽ വരാറുള്ളത്. 3ാമത് കിടക്കുന്ന ദോപഹർക്കോയാണ് ശരിയായ ഉത്തരം. അടുത്ത 9ാമത്തെ ചോദ്യം, സഹി മിലാൻ കരീം, ശരിയായി ചേർത്തെഴുതാനാണ്. അപ്പോൾ അതിലെ 2 വശങ്ങളിലായി കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ ഭാഗത്തിന് തുല്യമായിട്ടുള്ളത് 2ാമത്തെ ഭാഗത്ത് നിന്ന് എടുത്തെഴുതാനാണ്. നമുക്കതറിയാം. നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് പരിശോധിക്കാം. നയ പോസ്റ്റ്മാൻ, പുതിയ പോസ്റ്റ്മാൻ. അപ്പം അതിലെ 3ാമത് കിടക്കുന്നതാണ് ശരി. നങ്കേ പൈർ ചൽത്താഹേ, ആ പുതിയ പോസ്റ്റ്മാൻ നങ്കേ പൈർ, നഗ്നമായ പാദങ്ങളോടുകൂടിയാണ് നടന്നു വരുന്നത്. 2ാമത്തത് ഹരീബ മോച്ചി, ഹരീബ മോച്ചി ചെരുപ്പ് കുത്തി. 4ാമത് കിടക്കുന്നതാണ് ശരി, ജൂത്തെ ബനാത്താഹേ. അടുത്തത് ബേബി പോസ്റ്റ്മാൻകോ, ബേബി പോസ്റ്റ്മാന്, അതിലെ ആദ്യം കിടക്കുന്നതാണ് ഉപഹാർ ദേത്തി ഹെ, ഒരു സമ്മാനപ്പൊതി കൊടുക്കുകയാണ്. അടുത്ത 4ാമത്തത് പോസ്റ്റ്മാൻ കി പ്രതീക്ഷാമേ, പോസ്റ്റ്മാന്റെ പ്രതീക്ഷയിൽ. 2ാമത് കിടക്കുന്ന ബേബി ഖടി ഹോ ജാത്തി ഹെ, ബേബി നിൽക്കുന്നു. അടുത്ത സൂചന, തൂഫാനോ കി ഓർ കുമാദോ നാവിക്ക് കവിത കി പങ്ക്തിയാം പടയും ഓർ 10 സെ 12 തക്ക് പ്രശ്നയ്ക്ക് ഉത്തർ ലിഖേം. 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തൂഫാനോ കി ഓർ കുമാദോ നാവിക എന്ന ഈ കവിതയെ ആസ്പദമാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ പാസേജ് വായിച്ചു നോക്കാം. യഹ് അസീം നിജ സീമാജാനെ സാഗർ ഭീതോ യഹ് പഹ്ചാനെ മിട്ടി കെ പുത്ലെ മാനവനെ കബീന മാനി ഹാർ തൂഫാനോ കി ഓർ ഘുമാദോ നാവിക നിജ തൽവാർ. അപ്പോൾ
ഇവിടെ 10ാമത്തെ ചോദ്യം, കവിത में മാനവ की कौन सी വിശേഷത बताई गई है? എന്ത് വിശേഷതയാണ് മനുഷ്യന് ഇവിടെ കൊടുത്തിരിക്കുന്നത്? മിട്ടി കാ പുത്തലാ ഹേ. മിട്ടി കാ പുത്തലാ ഹേ ആദ്യം കിടക്കുന്നതാണ്. 11ാമത്തെ ചോദ്യം, സമാന ആശയവാലി പങ്ക്തിയാം ചുരുക്കർ ലിഖിയും. ശരിയായ സമാനമായ ആശയം വരുന്ന വരി എടുത്തെഴുതിയാൽ മതി. നമ്മൾ വേറെ ഒന്നും എഴുതണ്ട. ഇതിന്റെ അർത്ഥമാണ് തന്നിരിക്കുന്നത്. അതിന് തുല്യമായ വരി. അർത്ഥം എന്താണ്? അസീമ സാഗരിക്ക് ക്ഷമതാവും കി ഭി സീമ ഹോത്തി ഹേ. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതാദ്യം കിടക്കുന്ന വരിയാണ്. നമ്മൾ ആദ്യത്തെ 2 വരി എഴുതുക. യഹ് അസീമ നിജ സീമ ജാനെ സാഗരി ഭി തോ യഹ് പഹ്ചാനെ. അടുത്ത ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए കവിതാംശ കാ ആശയ ലിഖേം. അപ്പൊ ഇതിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശയം എഴുതുമ്പോൾ നമ്മൾ കവിയുടെ പേര് കൂടി എഴുതുന്നത് നല്ലതാണ്. കവി ശിവമംഗല് സിംഹ് സുമനാണ് എഴുതിയിട്ടുള്ളത്. അത് ചേർത്ത് ഇതിന്റെ അർത്ഥം ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയാൽ മതിയാകുന്നതാണ്. അടുത്ത സൂചന, നംഗെ പേർ കഹാനി കെ ഹംശ പഠേം ഓർ തേരുക ഓർ ചോദ് കെ ഉത്തറിലേക്ക് 13-14 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തീസരെ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി. 3ാം ദിവസം പോസ്റ്റ്മാന്റെ സൗണ്ട് കേട്ടു. ഡാക്ക് ഗിർനേക്ക് ആവാസ് നഹി സുനായി ദി. പോസ്റ്റ് വീഴുന്ന, തപാലുകൾ വീഴുന്ന ശബ്ദം കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തെ മേം ആയി. പോസ്റ്റ്മാൻ അഭി ഖടാ ഥാ. ബേബിക്ക് ഓർ ദേക്കർ ബഹ് മുസ്കുരായ. ബേബി ഫി ഹസി. ബേബിയെ നോക്കി ചിരിച്ചു. ബേബിയും ചിരിച്ചു. ഡാക്ക് ലേക്കർ ബേബിനെ പൂച്ച. കത്ത് എടുത്തുകൊണ്ട്, തപാലുകൾ എടുത്തുകൊണ്ട് ബേബി ചോദിച്ചു, ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ? നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാം. ഡാക്ക് ഫേങ്ക് കർ തും ചലേ ആയാ കരോ. നിങ്ങൾ കത്തിട്ടിട്ട് പൊയ്ക്കോളൂ, പതിവായി നിങ്ങൾ പൊയ്ക്കോളൂ. മുച്ചേ ആനെ മേ ദേർ ലഗ്തി ഹേ. എനിക്ക് വരാൻ അല്പസമയം എടുക്കും. 13ാമത്തെ ചോദ്യം, ഡാക്ക് ലേക്കർ പോസ്റ്റ്മാൻ അഹത്തെ മേ കട രഹ ക്യൂ. എന്തുകൊണ്ടാണ് പോസ്റ്റ്മാൻ വരാന്തയിൽ തന്നെ നിന്നത്? ഇത് ഡാക്ക് ബേബിക്ക് ഹാത്തുമേ ദേനെ കേലിയെ കടാരക. തപാലുരുപ്പികൾ ബേബിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നത്. പോസ്റ്റ്മാൻ കി റായ്മേ. പോസ്റ്റ്മാന്റെ അഭിപ്രായത്തിൽ പോസ്റ്റ്മാൻ കാ കാം, പോസ്റ്റ്മാന്റെ ജോലി, ജിസ് തിസ്കി ഡാക്കുകോ, ആരുടെ കത്തുകളാണോ, ജിസ് തിസ്കെ ഹാത്തുമേ സൗമ്പനെ കാഹേ, അവരവരുടെ കയ്യിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഇതിനെ ആസ്പദമാക്കി ഒരു പട്കഥ തയ്യാറാക്കാനാണ്. പട്കഥ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് പട്കഥ തയ്യാറാക്കുമ്പോൾ ദൃശ്യങ്ങളായിട്ട് വേണം എഴുതാൻ. ഇവിടെ പറയുന്നത് ഒരു ദൃശ്യം എഴുതാനാണ്. അപ്പോൾ ദൃശ്യേക്ക് എന്നെഴുതണം. അതുപോലെ തന്നെ അതിനകത്ത് സമയം ഉണ്ടാകണം, സ്ഥാനം ഉണ്ടാകണം, കഥാപാത്രം ഉണ്ടാകണം, അവരുടെ വേഷഭൂഷ, ആയു, പ്രായം, അതുപോലെ തന്നെ സംവാദ്. ഇത്രയും കാര്യങ്ങൾ ഈ പാസേജിനെ ആസ്പദമാക്കി തന്നെ നമ്മൾ എഴുതിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. അടുത്ത ചോദ്യം, സങ്കേതോങ്കി സഹായദാസെ. ഈ സൂചനകൾ അനുസരിച്ച് സഹേലിക്ക് നാം ബേബിക്ക പത്രലിക്ക്. ബേബി തന്റെ കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതുന്നതാണ്. അപ്പോൾ ഈ സന്ദർഭമാണ് നമുക്ക് വേണ്ടത്. കത്തെഴുതാൻ നമുക്കറിയാം. കത്തെഴുതുമ്പോൾ അതിൽ സ്ഥലം ഉണ്ടാകണം, തീയതി ഉണ്ടാകണം, പ്രിയ മിത്ര എന്ന് തുടങ്ങണം, അഭിസംബോധനയിൽ തുടങ്ങണം. എന്നിട്ട് നമ്മൾ കത്തിന് പ്രധാനമായിട്ട് എഴുതാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാസേജിലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ എഴുതി വരിക. അവസാനം ആപ്കാ പ്രിയ മിത്ര എന്ന് പറഞ്ഞുകൊണ്ട് ബേബി, എന്നിട്ട് സേവാമി, അവരുടെ പദ, നാം, പദ, ഇത്രയും എഴുതി ഇത് നന്നായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ആയി കഴിയും. അതുപോലെ തന്നെ സൂചന കൊടുത്തിട്ടുണ്ട്. സൂചനയെ ആസ്പദമാക്കി വേണം നമ്മൾ എഴുതേണ്ടത്. അതിൽ ആദ്യം തന്നിരിക്കുന്ന സൂചന, ബച്ചോ കാസ ചേഹരവാല പോസ്റ്റ്മാൻ. പോസ്റ്റ്മാനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മാൻ ഇന്നത്തെ പുതിയ പോസ്റ്റ്മാൻ ആയിരുന്നു. അയാളുടെ മുഖം വളരെ കുട്ടിത്വമുള്ള ആയിരുന്നു. നങ്കൈ പൈർ ചലനെ വാല. അയാൾക്ക് ചെരുപ്പില്ലാതെ അയാൾ പെരുവെയിലത്ത് നടന്നാണ്, നഗ്നമായ പാദങ്ങളോടുകൂടിയാണ് വന്നത്. ഡാക്ക് ദേനേക്കോ ബേബിക്ക് പ്രതീക്ഷ കർണേവാല. എന്നാൽ അയാൾ കത്ത് കൊടുക്കാൻ ബേബിയെ പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമുക്ക് ഇതിന് ഫുൾ മാർക്ക്. അടുത്ത സൂചന, ഗാന്ധിജി കൈസെ ബനെ ലേ കൈകാംശ പഠേ ഓർ 15 से
18 തേക്കെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലിഖേം 15 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഗാന്ധിജി കൈസെ ബനെ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി. പാസേജ് അഗർ ആപ് സച്ച്മുച്ച് അപ്നെ ദേശ് ഓർ ദേശവാസിയോं से प्यार करते हैं तो നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തോടും രാജ്യത്തിലുള്ള ജനങ്ങളെയും സ്നേഹിക്കുകയാണെങ്കിൽ ആപ്കോ കംസേ കമ്മേം കാം ചലാന ചാഹിയെ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ജീവിക്കേണ്ടതായി വരും. നിങ്ങൾ ജീവിക്കും. അവർ സാധകി കാം മഹത്വ സമച്ചിന ചാഹിയെ നിങ്ങൾ എളിമയുടെ ലാളിത്യത്തിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കും. ആ ബഡേ ബനെങ്കെ നിങ്ങൾ വലുതാകുകയും അവർ കഹിലായെങ്കെ പറയുകയും ചെയ്യും. അപ്നെ വിചാരോം സേ എങ്ങനെയായിരിക്കും നമ്മളുടെ വിചാരം കൊണ്ടും ചിന്ത കൊണ്ടും അവർ അപ്നെ കാം സേ നമ്മളുടെ പ്രവൃത്തി കൊണ്ടും നക്കി അപ്നെ കപ്പടോം സേ നമ്മളുടെ ഡ്രസ്സ് കൊണ്ടല്ല, ഡ്രസ്സിലല്ല കാര്യം, നമ്മളുടെ വിചാരത്തിലും നമ്മളുടെ പ്രവൃത്തിയിലുമാണ് കാര്യം എന്നാണ് ഗാന്ധിജി വിലയിരുത്തുന്നത്. ഇവിടെ 15ാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് അനുസാർ കിസ്കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹേ ഗാന്ധിജി പറയുന്ന അനുസരിച്ച് എന്തിൻ്റെ സ്ഥാനമാണ് മഹത്വപൂർണ്ണമായിട്ട് ഉള്ളത്? ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ അവസാനം കൊടുത്തിരിക്കുന്ന സാധകീക കമാണ്. അടുത്ത സഖി പ്രയോഗ് ചുൻകറിലേക്ക് 16ാമത്തെ ചോദ്യമാണ്. അത് ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ്? ഹം ദേശ് സേ പ്യാർ കർത്താ ഹേ. അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. കർത്താ ഹേ ഹം ആണ് സബ്ജക്റ്റ്. രണ്ടാമത്തത് ഹം ദേശ് സേ പ്യാർ കർത്തേ ഹേ. അവിടെ അതാണ് ശരിയായിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് അനുസാർ ഹം കൈസേ ബഡേ ബനേങ്കെ ഔർ ബഡേ കഹിലായെങ്കെ. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ വളരും? നമ്മൾ ബഡേ കഹിലായെങ്കെ എങ്ങനെയാണ് വലിയവരെന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഏത് തരത്തിൽ ആൻസർ എഴുതിയാലും മതിയാകും. ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു ആൻസർ പറയാം. പ്യാർ കർക്കെ ബഡേ ബനേങ്കെ ഔർ കം സേ കമ്മേം കാം ചലായെങ്കെ. അടുത്ത ചോദ്യം സങ്കേതോं के आधार पर സാധകി കാം മഹത്വ വിഷയ പർ ലഘു ലേഖ് ലിഖേം. ഈ താഴെ തന്നിരിക്കുന്ന സൂര്യനെ ആസ്പദമാക്കി ഒരു ലഘു ലേഖനം എഴുതാനാണ്. അപ്പം അതിലെ പോയിന്റുകൾ ഇതാണ്. സരൾ ജീവൻ, ലളിതമായ ജീവിതം. കംസേ കമ്മേ കാം ചലന, ചെറിയ ചെലവിൽ ജീവിക്കുക. അതുപോലെ തന്നെ ഭിജുൽ ഖർച്ചിക്കോ ചോട്ന, നമ്മളെ ആഡംബരവും മറ്റും ഒഴിവാക്കുക. ഇതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു നല്ലൊരു പാസേജ് എഴുതാം, ഒരു പാരഗ്രാഫ് എഴുതും. അതിൻ്റെ ആൻസറായി. അടുത്ത ചോദ്യം ആപ്കെ സ്കൂൾ മേ സാധകി കാ മഹത്വ വിഷയ പർ സാധകി കാ മഹത്വ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സംഗോഷ്ഠി ഹോനെ വാലി ഹേ, ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ഇസ്കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ അറിയാം, ഒരു പ്രത്യേക ഫ്രഷ് ആയിട്ടുള്ളൊരു പേജിൽ വേണം. ഇതിൻ്റെ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ച് സ്ഥലം, സമയം, തീയതി ഇത് വളരെ പ്രധാനം ആയി നമ്മൾ സൂചിപ്പിക്കണം. നല്ല രീതിയിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളിലായി ഒരു ബോർഡറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ എഴുതുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ. ഇതിൻ്റെ വിശാലമായൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ എഴുതി എന്നൊന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമുക്ക് നല്ല വിശാലമായ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.